എല്ലാവർക്കും നമസ്കാരം. ഹൃദയനിർഭരം ധ്യാനത്തിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടി നമുക്കായി അവതരിപ്പിക്കുന്നത് കേരള ഹാർട്ട്ഫുൾനെസിന്റെ റീജിയണൽ ഫെസിലിറ്റേറ്ററായ ശ്രീ കെ വി മോഹൻ. സ്വാഗതം മോഹനിട്ട. നമസ്തേ ഇന്ദു. ഈ പ്രോഗ്രാമിൽ പതിവ് പോലെ 2 സെഗ്മെന്റുകളാണുള്ളത്. ആദ്യം ഒരു ചോദ്യോത്തരവേളയും അതിനുശേഷം ഓഫ്ലൈനായി സത്സംഗവും 9 മണി മുതൽ 9:15 വരെ സാർവലൗകിക പ്രാർത്ഥനയും. പിന്നെ ഈ പരിപാടി കാണുന്നവർക്കും കമന്റുകൾ അറിയിക്കുന്നവർക്കും ചോദ്യങ്ങൾ ചോദിക്കുന്നവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഓക്കെ, അപ്പൊ നമ്മളൊരു സെന്ററിങ് ചെയ്തതിനു ശേഷം നമുക്ക് പരിപാടിയിലേക്ക് കിടക്കാം. ഓക്കെ. മൃദുവായി കണ്ണുകൾ അടയ്ക്കുക. നമ്മുടെ ഹൃദയത്തിലുള്ള ദിവ്യ സാന്നിധ്യവുമായി സ്നേഹപൂർവം നമുക്ക് കണക്റ്റ് ചെയ്യാം. ഇനി ഈ ഒത്തുചേരലിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെയും ഹൃദയവുമായി നമുക്ക് സ്നേഹപൂർവം കണക്റ്റ് ചെയ്യാം. പരസ്പരം കണക്റ്റ് ചെയ്തിരിക്കുന്ന ഹൃദയനിർഭരമായ അവസ്ഥയിൽ നമുക്കൊരു പ്രാർത്ഥന ചെയ്യാം. ഈ ഒത്തുചേരൽ എല്ലാവരുടെയും സമഗ്രമായ പുരോഗതിക്ക് അനുകൂലമാവട്ടെ എന്ന സങ്കല്പത്തിൽ 2 മിനിറ്റ് പ്രാർത്ഥനാ നിർഭരമായി നമുക്കിരിക്കാം. ഓക്കെ. ഇനി ഈ ആഴ്ചയിലെ ചോദ്യത്തിലേക്ക് കടക്കാം. നമ്മുടെ ഹാർട്ട്ഫുൾനെസ് സാധന രീതിയുടെ അതിലുള്ള 2 പ്രധാന ഘടകങ്ങളാണല്ലോ A പോയിന്റ് ധ്യാനവും B പോയിന്റ് ക്ലീനിങ്ങും. അത് നമ്മുടെ എല്ലാവരുടെയും ഇടയിൽ സാഹോദര്യം വളർത്താൻ ഉപകരിക്കുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ അതിനെപ്പറ്റി കുറച്ചൊന്ന് നന്നായി വിശദമായി നമ്മളോട് സംസാരിക്കാമോ? സാഹോദര്യവും ആത്മീയതയും തമ്മിലുള്ള ബന്ധം അതെങ്ങനെയാണ്? സാഹോദര്യവും ധ്യാനവും അല്ലെങ്കിൽ ആത്മീയതയും തമ്മിൽ എന്താണ് ബന്ധം എന്നാണ് ചോദ്യം. ബാബ്ജി മഹാരാജ് ഹൃദയപൂർവമായ ജീവിത രീതിക്ക് നമുക്ക് 10 നിർദ്ദേശങ്ങൾ തന്നിട്ടുണ്ട്. അതിലെ 6ാമത്തെ നിർദ്ദേശവുമായി ബന്ധപ്പെട്ടതാണ് ഈ ചോദ്യം. എന്താണ് 6ാമത്തെ നിർദ്ദേശം? എല്ലാവരെയും സഹോദരങ്ങളായി കരുതി അവരോട് അപ്രകാരം പെരുമാറുക. നമ്മൾ സാധാരണ സഹോദരി സഹോദരന്മാർ എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഒരേ മാതാപിതാക്കളുടെ സന്തതികളെയാണ് നമ്മൾ സഹോദരി സഹോദരന്മാർ എന്ന് പറയുന്നത്. അപ്പോൾ സാധാരണ നിലയ്ക്ക് നമ്മൾ രാഷ്ട്രീയക്കാരും അതുപോലെ സാമൂഹിക പ്രവർത്തകരൊക്കെ സഹോദരി സഹോദരന്മാരെ ഒന്ന് സംബോധന ചെയ്യുമ്പോൾ നമുക്കത് ഫീൽ ചെയ്യാറില്ല. സാധാരണ നിലയ്ക്ക് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ എന്ന് പറയുന്ന പോലത്തെ ഒരു ഫീലിംഗ് നമുക്കുള്ളത്. അപ്പോൾ ഒരേ മാതാപിതാക്കളുടെ മക്കളെ സഹോദരി സഹോദരന്മാർ എന്ന് പറയുന്നു. വിപുലമായ അർത്ഥത്തിൽ നമ്മളുടെ എല്ലാവരുടെയും ഉറവിടം ഏതാണ്?
സൃഷ്ടിക്ക് മുമ്പുണ്ടായിരുന്ന ആ ഉറവിടം, അതിനെ നമ്മൾ ഈശ്വരൻ എന്ന് വിളിക്കുന്നു. അപ്പം നമ്മളെല്ലാവരും ഈശ്വരൻ്റെ മക്കളാണ്. ആ അർത്ഥത്തിൽ നമ്മളെല്ലാവരും സഹോദരി സഹോദരന്മാരാണ്. ഇതൊരു യാഥാർത്ഥ്യമാകുന്നു. അപ്പോൾ നിങ്ങൾക്കറിയാം, നമുക്കെല്ലാവർക്കും അറിയാനാണ് സ്വാമി വിവേകാനന്ദൻ. അദ്ദേഹത്തിൻ്റെ ചിക്കാഗോ പ്രസംഗത്തിൽ വളരെ ഫേമസ് അല്ലേ, അദ്ദേഹം അമേരിക്കയിലെ ആളുകളെ സംബോധന ചെയ്ത് എങ്ങനെയാണ്, അമേരിക്കയിലെ എൻ്റെ സഹോദരി സഹോദരന്മാരെ എന്നാണ് അദ്ദേഹം സംബോധന ചെയ്തത്. ഈ സംബോധന കേട്ടതോടു കൂടിയിട്ട് സദസ്സാകെ ഇളകി മറിഞ്ഞു. അതുവരെ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ എന്നുള്ള സംബോധന മാത്രമേ അവർ കേട്ടിട്ടുള്ളൂ. അപ്പോഴാണ് ഭാരതത്തിൽ നിന്നുള്ള ഒരു സന്യാസി അവരെ എൻ്റെ സഹോദരി സഹോദരന്മാരെ എന്ന് സംബോധന ചെയ്യും. അത് മാത്രമല്ല സദസ്സ് ഇളകി മറിയാൻ കാരണം, വിവേകാനന്ദ സ്വാമികൾ ഹൃദയത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ഉറവിടവുമായി കണക്ട് ചെയ്തിട്ട്, നമ്മളെല്ലാവരുടെയും ഉറവിടവുമായി കണക്ട് ചെയ്തിട്ട് ആ ഉറവിടത്തിൻ്റെ വൈബ്രേഷൻസാണ് അദ്ദേഹം ഈ വാക്കുകളിലൂടെ സംപ്രേഷണം ചെയ്തത്. ആ ഉറവിടത്തിൻ്റെ ആ ഏകത്വത്തിൻ്റെ വൈബ്രേഷൻസാണ് യഥാർത്ഥത്തിൽ ഈ സദസ്സിനെ ഇളക്കി മറിച്ചത്. അദ്ദേഹത്തിന് അതിൻ്റെ വാക്കുകൾ കേട്ടില്ലേ, ഓരോ പുഴുവും ആ നസ്രായക്കാരൻ്റെ സഹോദരനാണെന്ന കാര്യം മറക്കാതിരിക്കുക. അതുപോലെ അദ്ദേഹം പറയും, എവ്രി ബുദ്ധ ഈസ് എ വേം ഇവോൾവ്. ഓരോ ബുദ്ധനും ഒരു പുഴു പരിണമിച്ചുണ്ടായതാണ്. ഇൻ എവ്രി വേം ദർ ഇസ് എ ബുദ്ധ ഇൻവോൾവ്ഡ്. ഓരോ പുഴുവിലും ഒരു ബുദ്ധൻ ഉറങ്ങുന്നു. എവല്യൂഷൻ ഈസ് ഫോളോഡ് ബൈ ഇൻവൊല്യൂഷൻ. പരിണാമത്തിൽ യഥാർത്ഥത്തിൽ നമ്മൾ പങ്കെടുക്കുമ്പോഴാണ് നമ്മൾ പരിണമിക്കുന്നത്. ഇതെല്ലാം സാഹോദര്യത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ നമുക്ക് പ്രചോദനം തരുന്ന വാക്കുകളാണ്. ഇനി മഹാഭാരതത്തിലേക്ക് പോയി കഴിഞ്ഞാൽ വ്യാസഭഗവാനും ഒരു പുഴുവും കൂടിയിട്ടുള്ള ഒരു സംവാദം പേജുകളോളം വിശദീകരിച്ചിട്ടുണ്ട്. വ്യാസൻ നടന്നു പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഉത്തരീയത്തിൻ്റെ ഒരു അറ്റം കൊണ്ട് ഒരു പുഴുവിന് ഒരു മുറിവ് പറ്റി. അപ്പോഴാണ് പുഴു ആദ്യമായിട്ട് എഴുന്നേറ്റ് നിന്ന് പ്രതികരിക്കുന്നത് അദ്ദേഹത്തിനോട്. അങ്ങനെ വ്യാസ കീട സംവാദം എന്ന് പറഞ്ഞിട്ട് പേജുകളോളം പറഞ്ഞിരിക്കുക. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും, സാഹോദര്യം എന്ന ആശയത്തിന് ഭൗതിക ജീവിതത്തിലും ആധ്യാത്മിക ജീവിതത്തിലും എത്രമാത്രം പ്രാധാന്യമുണ്ടെന്ന്. ഇനി നമ്മൾ ഒരു മരം കാണുന്ന സമയത്ത് അതിൻ്റെ തടി, അതിൻ്റെ കൊമ്പുകൾ, ചില്ലകൾ, ഇലകൾ, പൂക്കൾ, പഴങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നു. ഈ പ്രകടമായി കാണുന്ന ഈ വലിയ മരത്തിൻ്റെ അടിസ്ഥാനം എന്താണ്? അതിനെല്ലാത്തിനും ഊർജം പ്രദാനം ചെയ്യുന്ന അല്ലെങ്കിൽ പോഷണം നൽകുന്ന അതിൻ്റെ ഭാഗം എന്താണ്? പ്രകടമല്ലാതെ ഭൂമിക്ക് അടിയിലിരിക്കുന്നതിൻ്റെ വേരുകളാണ്. അപ്പോൾ പ്രകടമായിട്ടുള്ള ഈ സൃഷ്ടിയുടെ അടിസ്ഥാനം, ആധാരശില എന്ന് പറയുന്നത് പ്രകടമല്ലാത്ത സൂക്ഷ്മമായിട്ടുള്ള ഭാഗമാണ്. ഒരു മരം കണ്ടാൽ നമുക്ക് മനസ്സിലാവും ഒരു വിനയത്തിൻ്റെ എത്ര മൂർത്തിമത് ഭാവമാണെന്ന്. എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന വേരുകൾ ഒരിക്കലും പ്രകടമാവുന്നില്ല. ഇനി ഇതിൻ്റെ തടിയും ഇലകളും കൊമ്പൊക്കെ പരസ്പരം വ്യത്യസ്ത ബോധത്തിൽ നിന്നുകൊണ്ട് പരസ്പരം മത്സരിക്കുകയാണെങ്കിലോ, ഇപ്പോൾ പഴങ്ങൾ പറയാണ്, ഞങ്ങളാണ് ഈ മരത്തിൻ്റെ ഏറ്റവും സ്വാദിഷ്ടമായിട്ടുള്ള ഭാഗം, അതുകൊണ്ട് ഞങ്ങൾക്കാണ് കൂടുതൽ ഊർജം ആവശ്യമുള്ളതെന്ന് പറഞ്ഞു നോക്കി. കൊമ്പുകൾ പറയാണ്, ഞാനാണ് നിങ്ങളെയൊക്കെ പഴങ്ങളെയൊക്കെ താങ്ങി നിർത്തുന്നത്, അപ്പോൾ എനിക്കാണ് കൂടുതൽ പ്രാധാന്യം.
ഈ പൂക്കൾ പറയാൻ നോക്കിയാൽ ഈ കായ് ഉണ്ടാവുന്നതിൻ്റെ മുമ്പ് പൂവാണ് ഉണ്ടായത്. ഈ പൂക്കൾ വണ്ടുകളെ ആകർഷിച്ചിട്ടാണ് പിന്നീട് അത് ഫലങ്ങളാവുന്നത്. അപ്പോൾ പൂക്കളാണ് ഏറ്റവും മനോഹരമായിട്ടുള്ളത്, ആകർഷണ ശക്തിയുള്ളത്. അതുകൊണ്ട് ഞങ്ങൾക്കാണ് പ്രാധാന്യം എന്ന് പറഞ്ഞാലോ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രകടമായ ബാഹ്യം, അതിന് ആന്തരികമായിട്ടുള്ള ഒരു അടിസ്ഥാനമുണ്ട്. ഇനി നമ്മളൊരു സമുദ്രം കണ്ടു നോക്കിയാൽ, കടൽപ്പുറത്ത് നമ്മൾ പോയി നോക്കിക്കഴിഞ്ഞാൽ പലതരത്തിലുള്ള തിരമാലകൾ ഇങ്ങനെ പോകുന്നത് കാണാൻ പറ്റും നമുക്ക്. അപ്പോൾ ഇനിയൊരു നമ്മളൊരു സമുദ്രം കാണുമെന്ന് വിചാരിക്കുക. അപ്പോൾ കടൽക്കരയിൽ പോയിട്ട് നമ്മൾ തിരമാലകൾ, പല വലുപ്പത്തിലുള്ള തിരമാലകൾ നമുക്ക് കാണാൻ കഴിയും, ചെറുതും വലുതുമായിട്ടുള്ളത്. ഇനി ഈ തിരമാലകളുടെ ഉത്ഭവസ്ഥാനം നമ്മൾ നോക്കാൻ വേണ്ടി സമുദ്രത്തിലേക്ക് ഇറങ്ങി നോക്കിയാൽ, ആഴക്കടലിലേക്ക് പോയാലോ അവിടെ തിരമാലകളൊന്നുമില്ല, ശാന്തമായ കടലാണ്. ആ ശാന്തമായ കടലിൽ ആഴക്കടലിൽ നിന്ന് ഒരു കുഞ്ഞോളമായിട്ടാണ് ഇത് തുടങ്ങുക. കരയ്ക്കെത്തുമ്പോഴേക്കും ഒരു തെങ്ങിൻ്റെ വലുപ്പത്തിലുള്ള വൻ തിരമാലകളാവും. അപ്പോൾ ബാഹ്യത്തോടടുക്കും തോറും, ഭൗതികത്തോടടുക്കും തോറും ജീവിതം കൂടുതൽ കലുഷിതമാകുമെന്ന് നമുക്ക് കാണാൻ കഴിയും. ഇനി ഈ തിരമാലകളിലുള്ളത് എന്താണ്? വെള്ളം. ആഴക്കടലിലുള്ളത് എന്താണ്? വെള്ളം. ഇനി ഈ തിരമാലകൾ, വലുതും ചെറുതുമായിട്ടുള്ള തിരമാലകൾ പരസ്പരം മത്സരിക്കുക എന്ന് വിചാരിക്കുക. അപ്പോൾ അതിൻ്റെ അടിസ്ഥാന ഘടകം നമ്മൾ മനസ്സിലാക്കുന്നത് വസ്തുതയാണ്. വയലാർ രാമവർമ്മയുടെ ഒരു പ്രസിദ്ധമായിട്ടുള്ള സിനിമാ പാട്ടുണ്ട്, ഞാൻ 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 എന്ന ഭാവങ്ങളെ, പ്രാകൃത യുഗമുഖ ഛായകളെ, തീരത്ത് മത്സരിച്ച് മത്സരിച്ചു മരിക്കും ഈ തിരകളും നിങ്ങളും ഒരുപോലെയെന്ന്. അതായത് തീരത്ത് മത്സരിച്ച് പരസ്പരം മരിക്കുന്ന തിരമാലകളെ പോലെയാണ് നമ്മുടെ കേന്ദ്രത്തിൽ നിന്ന് വേർപെട്ട ഞാൻ എന്നുള്ള ഭാവം എന്നർത്ഥം. അപ്പോൾ ഇനി വെള്ളം എന്ന് പറഞ്ഞാൽ നമുക്ക് കുടിക്കാൻ ഉപയോഗിക്കാം. ഇനി അതന്നെ ഐസായി മാറിയാലോ, അത് ഘനീഭവിച്ച ഭാവത്തിലാണ്. ചൂടാക്കുമ്പോൾ വെള്ളമാവും, വീണ്ടും ചൂടാക്കുമ്പോൾ നീരാവിയാവും, പിന്നെയും ചൂടാക്കുമ്പോൾ പ്ലാസ്മ സ്റ്റേറ്റ് ആവും, ഈശ്വരനുള്ളത്. അപ്പോൾ ദ്രവ്യത്തിൻ്റെ 4 അവസ്ഥകൾ. ഈ 4 അവസ്ഥകളുടെ അടിസ്ഥാന ഘടകം എന്താണ്? ഹൈഡ്രജനും ഓക്സിജനാണ്. അപ്പോൾ ഈ സാഹോദര്യം, ഏകത്വം എന്നുള്ള ആശയമില്ലാത്ത 2 ആളുകളോട് നമുക്ക് സൂര്യനിലേക്ക് ഒന്ന് പോയി നോക്കാമെന്ന് പറഞ്ഞാൽ എല്ലാം ഉരുകി പ്ലാസ്മ സ്റ്റേറ്റിലാവുമ്പോൾ മനസ്സിലാവും നമ്മളെല്ലാവരും ഒന്നാണെന്നുള്ളത്. അപ്പോൾ യാഥാർത്ഥ്യം ഇങ്ങനെയായിരിക്കെ ഒരു ചെറിയ ഗ്രൂപ്പിൽ പോലും നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള ക്ലാസ്സുകളായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഒരു ചെറിയ ഗ്രൂപ്പ് ഓഫ് ആളുകൾ ചേർന്ന് നോക്കിയാൽ അവിടെ നമ്മൾ താരതമ്യപ്പെടുത്തും. ഈ ആളുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ ഞാൻ വളരെ നിസ്സാരനാണ്, അല്ലെങ്കിൽ മറ്റൊരാളുടെ ജീവിതമായിട്ട് കാണുമ്പോൾ ഞാൻ എത്ര മെച്ചപ്പെട്ട രീതിയിലാണ്. ഇത്തരം അതുകൊണ്ടാണ് ബാബുജി മഹാരാജ് പറഞ്ഞത്, ഇറ്റ് ഈസ് നത്തിങ് റോങ് ടു തിങ്ക് ദാറ്റ് യു ആർ ഗ്രേറ്റ്, ബട്ട് തിങ്ക് ദാറ്റ് ദ അതർ പേഴ്സൺ ഇസ് ഗ്രേറ്റർ. നമ്മൾ മഹാന്മാരാണെന്ന് വിചാരിക്കുന്നതിൽ തെറ്റൊന്നുമില്ല, പക്ഷേ അതിൻ്റെ കൂടെ ചേർത്ത് വായിക്കണം മറ്റുള്ളവർ നമ്മളെക്കാൾ മഹാന്മാരാണെന്ന്. ഇതെല്ലാം കാണിക്കുന്നത് എന്താണ്? സാഹോദര്യം എന്ന ആശയം, നമ്മളെല്ലാവരും ഒരേ ഉറവിടത്തിൽ നിന്ന് വന്നതാണെന്ന ആശയം ഭൗതിക ജീവിതത്തിൻ്റെയും ആധ്യാത്മിക ജീവിതത്തിൻ്റെയും ആധാരശിലയാണെന്നർത്ഥം. അപ്പോൾ നമ്മളെല്ലാവരും ഒരേ ഉറവിടത്തിൽ നിന്ന് വന്നു, അതൊരു യാഥാർത്ഥ്യമാണ്. ഈ യാഥാർത്ഥ്യത്തിന് വിരുദ്ധമായിട്ട് നമ്മൾ എന്തെങ്കിലും ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമുക്കും നമ്മുടെ ഉറവിടത്തിനും ഇടയ്ക്ക് ഒരു മറ വീഴുന്നു, ഒരു പർദ്ദ മാതിരി.
അപ്പോൾ നമ്മളെല്ലാവരും ഒന്നാണെങ്കിലും നമ്മളെ വ്യത്യസ്തരാക്കുന്നത് എന്താണ്? നമ്മളുടെ ചിന്തകളും പ്രവൃത്തികളാണ് നമുക്ക് മനസ്സിലാവും. അപ്പോൾ എനിക്കും എൻ്റെ ഉറവിടത്തിനും ഇടയ്ക്ക് ഒരു മറ. അപ്പോൾ ഈ മറയാണ്, അതായത് എൻ്റെ നിലനിൽപ്പ് വേറെ, ഈശ്വരൻ്റെ നിലനിൽപ്പ് വേറെ. ഈ പർദ്ദയാണ് നമ്മൾ ആത്മീയ ഭാഷയിൽ സംസ്കാരങ്ങൾ, മുദ്രകൾ, ഇംപ്രഷൻസ്, കർമ്മബലം എന്ന് വിളിക്കുന്നു. അപ്പോൾ എൻ്റെ നിലനിൽപ്പും അദ്ദേഹത്തിൻ്റെ നിലനിൽപ്പും വേറെ. നമ്മൾ രണ്ടുപേരും സെപ്പറേറ്റായി. സെപ്പറേറ്റ് ആകുമ്പോൾ എന്താണ്ടാവുക? വിയോഗം. വിയോഗം എപ്പോഴും നമുക്ക് ദുഃഖം മാത്രം തരുന്നതാണ്. നമുക്കറിയാം, നമ്മുടെ ശരീരത്തിലെ ഓരോ കോശങ്ങളും ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് നമ്മളെ നിലനിർത്താൻ പരസ്പരം സഹകരിച്ച് സ്നേഹത്തോടെ സഹവർത്തിത്വത്തിൽ നിൽക്കുന്നു. ഒരൊറ്റ ഉദ്ദേശമുള്ളൂ അതിന്, ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് എന്നെ നിലനിർത്തുക എന്നുള്ളത്. അതുപോലെ വിരാട് പുരുഷൻ അല്ലെങ്കിൽ ഈശ്വരൻ്റെ രക്തത്തിലെ ഓരോ രക്താണുക്കളെ പോലെയാണ് നമ്മൾ ഓരോരുത്തരും. അപ്പോൾ അതിൻ്റെ ഉദ്ദേശം എന്താണ്? വിരാട് പുരുഷനെ, ഈശ്വരനെ നിലനിർത്തുക എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ നിലനിൽപ്പും ഈശ്വരൻ്റെ നിലനിൽപ്പും പരസ്പര പൂരകങ്ങളാണ്. ഒന്ന് മറ്റൊന്നിനെ ആശ്രയിച്ച് നിൽക്കുന്നു. അപ്പോൾ എൻ്റെ നിലനിൽപ്പ് വേറെ, ഈശ്വരൻ്റെ നിലനിൽപ്പ് വേറെ എന്നുള്ള ചിന്ത എൻ്റെ ഉള്ളിൽ വരുമ്പോൾ ഞാൻ സെപ്പറേറ്റായി. ഈ മറ അല്ലെങ്കിൽ മുദ്രകൾ എൻ്റെ ഉള്ളിൽ വീണു. അതുകൊണ്ട് ആദ്യമായിട്ടുണ്ടായ സംസ്കാരം, ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം ഉണ്ടാവുന്നതാണ് ഭയമാണ് ഉണ്ടാവുക. ഉറവിടത്തുനിന്ന് ആത്മാക്കൾ സെപ്പറേറ്റ് ചെയ്തപ്പോൾ ആദ്യം ഉണ്ടായത് ഭയമാണ്. അതുകൊണ്ട് ഭയമാണ് ആദ്യം ഉണ്ടായ സംസ്കാരം എന്ന് പറയും. ഈ സെപ്പറേറ്റ് ആയപ്പോൾ ഞാൻ എന്നുള്ള ഭാവം വന്നു, ഭയം വന്നു. അപ്പോൾ ഞാൻ എന്നുള്ള ഭാവവും ഭയവും കൂടി ചേർന്നപ്പോൾ ഈ ഭയത്തെ അതികടക്കാൻ എനിക്കൊരു സംരക്ഷണം വേണം. അപ്പോൾ എനിക്ക് അനുകൂലമായതിനെ ഞാൻ എന്നോട് ചേർത്ത് വയ്ക്കുന്നു, പ്രതികൂലമായതിനെ ഞാൻ എന്നിൽ നിന്ന് മാറ്റി നിർത്തുന്നു. അങ്ങനെയാണ് ഇഷ്ടാനിഷ്ടങ്ങൾ, ആഗ്രഹങ്ങൾ, സങ്കീർണതകൾ, മാലിന്യങ്ങൾ, അങ്ങനെ സൃഷ്ടി ഉറവിടത്തിൽ നിന്ന് അകന്നുപോയി ഇന്ന് കാണുന്ന രീതിയിൽ ഭവിച്ചത്. അപ്പോൾ ഇഷ്ടാനിഷ്ടങ്ങളാണ് തുടക്കം കുറിക്കണമെന്ന് മനസ്സിലായി. ഇനി ഇഷ്ടാനിഷ്ടങ്ങൾ എന്തിനോടൊക്കെയാണ്? പ്രപഞ്ചത്തിൽ ആകെ രണ്ട് കാര്യങ്ങളേ ഉള്ളൂ, വസ്തുക്കളും വ്യക്തികളും. ഇപ്പോൾ വസ്തുക്കളോട് ഇഷ്ടാനിഷ്ടങ്ങൾ, വ്യക്തികളോട് ഇഷ്ടാനിഷ്ടങ്ങൾ. ഈ ഇഷ്ടാനിഷ്ടങ്ങൾ സങ്കീർണതകൾ സൃഷ്ടിച്ചു. ഇനി ഹാർട്ട്ഫുൾനെസ്സിൽ നോക്കിയാൽ നമ്മൾ എന്താ പറയുക? എങ്ങനെയാണ് സംസ്കാരങ്ങൾ ഉണ്ടായത്? നമ്മളുടെ ഉള്ളിൽ ഇഷ്ടാനിഷ്ടങ്ങൾ വരുന്ന സമയത്ത് ഹൃദയത്തിനടുത്തുള്ള സി എന്നുള്ള പോയിന്റിൽ ചലനം ഉണ്ടാവും ഇഷ്ടാനിഷ്ടങ്ങൾ വരുമ്പോൾ. പിന്നെ അത് വസ്തുക്കളോടുള്ള ഇഷ്ടാനിഷ്ടവും വ്യക്തികളോടുള്ള ഇഷ്ടാനിഷ്ടവുമായി ഫിൽട്ടർ ചെയ്യപ്പെടും. വസ്തുക്കളോടുള്ളത് എ എന്നുള്ള പോയിന്റിലും വ്യക്തികളോടുള്ളത് ബി എന്നുള്ള പോയിന്റിലും ചലനം സൃഷ്ടിക്കും. അപ്പോൾ എ, ബി, സി 3 പോയിന്റുകളിലും ചലനമായി. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ ഇഷ്ടാനിഷ്ടങ്ങൾ കൊണ്ട് നമ്മുടെ ഹൃദയം വികലമാക്കപ്പെട്ടു. അപ്പോഴും ബോധം പ്രവർത്തിക്കുന്നു, നമ്മൾ കർമ്മമേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട് അപ്പോഴും. അപ്പോൾ ഇഷ്ടാനിഷ്ടങ്ങളെ കൊണ്ട് നമ്മുടെ ഹൃദയം വികലമാവുന്ന സമയത്ത് ബോധം അതിലൂടെ പ്രവർത്തിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ, ചെയ്യേണ്ട കാര്യങ്ങൾ ചിലപ്പോൾ ചെയ്യില്ല, ചെയ്യേണ്ടാത്ത കാര്യങ്ങൾ നമ്മൾ ചിലപ്പോൾ ചെയ്യും നമ്മൾ. അപ്പോൾ നമ്മുടെ ധാർമ്മികത നഷ്ടപ്പെടും. പിന്നീട് അതിനെക്കുറിച്ച് ആലോചിച്ച് നമുക്ക് കുറ്റബോധം വരും. ആ കുറ്റബോധം എന്ന് പറയുന്നത് ഡി എന്നുള്ള പോയിന്റിൽ സെറ്റിൽ ചെയ്യും. അങ്ങനെയാണ് ഹാർട്ട്ഫുൾനെസ്സിൽ. അപ്പോൾ എ, ബി, സി, ഡി ഈ 4 പോയിന്റുകൾ അസ്വസ്ഥമായി, അല്ലെങ്കിൽ അവിടെ വൈബ്രേഷൻസ് തുടങ്ങി. എവിടെയാണ് ഈ പോയിന്റുകൾ? നമ്മുടെ ഹാർട്ട്ഫുൾനെസ് പുസ്തകങ്ങളിൽ വിശദമായിട്ട് പറയുന്നുണ്ട്. ഇടത്തെ നിപ്പിൽ നിന്ന് 2 വിരൽ വീതിയിൽ ഉള്ളിലേക്ക് എടുക്കുക,
3 വിരൽ വീതിയിൽ താഴത്തേക്ക് എടുത്താൽ എ എന്നുള്ള പോയിൻ്റായി. അവിടുന്ന് 2 വിരൽ വീതിയിൽ താഴേക്കെടുത്താൽ ബി, വീണ്ടും 2 വിരൽ വീതിയിൽ താഴേക്കെടുത്താൽ സി. സി എന്നുള്ള പോയിന്റിൽ നിന്ന് 2 വിരൽ വീതിയിൽ നമ്മുടെ വാരിയെല്ലുകളുടെ ഭാഗത്തേക്ക് എടുത്താൽ ഡി. ഇതെല്ലാം നമ്മുടെ ലാസ്റ്റ് വാരിയലിൻ്റെ അവിടെയായിട്ടാണ് വരിക. ഇനി ഡി എന്നുള്ള പോയിന്റിനും ഇടത്തെ നിപ്പിളുടെയും മധ്യഭാഗത്താണ് അനാഹതം എന്ന് പറയുന്ന ഹൃദയത്തിൻ്റെ ആദ്യത്തെ ചക്രം. അപ്പോൾ ഈ ABCD പോയിന്റുകളെല്ലാം ഹൃദയത്തിലെ ആദ്യത്തെ ചക്രത്തിന് ചുറ്റും ഒരു എൽ ഷേപ്പിൽ ഒരു മതിൽ പോലെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ മൊത്തത്തിൽ നമ്മുടെ ഹൃദയം അസ്വസ്ഥമാവും. തുടക്കം എവിടെ നിന്നാണ്? ഇഷ്ടാനിഷ്ടങ്ങൾ സി എന്നുള്ള പോയിന്റിൽ നിന്നാണ്. അപ്പോൾ നമ്മുടെ സംതൃപ്തി നഷ്ടപ്പെടും, നമ്മൾ അസംതൃപ്തരാകും. ആ അസംതൃപ്തി നമ്മുടെ രണ്ടാമത്തെ ചക്രമായ ആത്മചക്രത്തിലേക്ക് ഓവർഫ്ലോ ചെയ്യുമ്പോൾ നമ്മുടെ ശാന്തി നഷ്ടപ്പെടും. മൂന്നാമത്തെ പോയിന്റിലെത്തുമ്പോൾ നമുക്ക് ദേഷ്യം വരും. നാലാമത്തെ ചക്രത്തിലെത്തുമ്പോൾ നമുക്ക് ഭീരുത്വമാവും, ഭയം. അഞ്ചാമത്തെ ചക്രത്തിലെത്തുമ്പോൾ നമുക്ക് വ്യക്തത ഇല്ലാതെ ഒരു മായയിൽ കുടുങ്ങിയ പോലെയാവും. അപ്പോൾ നമ്മളെ സന്തോഷം നഷ്ടപ്പെടും, മായയിലായിരിക്കും. ഇനി എന്താണ് അതിന് പരിഹാരം? ബാബുജി മഹാരാജ് പറഞ്ഞ സി പോയിന്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് ആവശ്യമുണ്ട്. അവിടെ നിന്നാണ് തുടക്കം. അപ്പോൾ സി എന്നുള്ള പോയിന്റിനെ എങ്ങനെയാണ് നമ്മൾ സംരക്ഷിക്കുക? അതിനാണ് നിരന്തര സ്മരണ. ഹാർട്ട്ഫുൾനെസ്സിൽ നിരന്തര സ്മരണ എന്ന് പറഞ്ഞാൽ സാക്ഷിഭാവം. എന്താണ് സാക്ഷിഭാവം? യോഗ്യനായിട്ടുള്ള ഒരു ഗുരുവിനെ നമ്മൾ കണ്ടെത്തി, അദ്ദേഹത്തിൻ്റെ ഹൃദയവുമായി നമ്മൾ കണക്ട് ചെയ്തു നമ്മുടെ ഹൃദയത്തെ. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ സ്മരണയിൽ അദ്ദേഹത്തിനു വേണ്ടി അദ്ദേഹം തന്നെ ചെയ്യുന്നു എന്നുള്ള സങ്കല്പത്തിൽ നമ്മുടെ ഉത്തരവാദിത്വങ്ങളും കടമകളും നിർവഹിക്കുമ്പോൾ സി എന്നുള്ള പോയിന്റിനെ നമുക്ക് സംരക്ഷിക്കാൻ സാധിക്കും. ഇനി എ എന്നുള്ള പോയിന്റിലും ബി എന്നുള്ള പോയിന്റിലും മുദ്രകൾ അടിഞ്ഞുകൂടിയിട്ടുണ്ട്. അതിനെ നീക്കം ചെയ്യാനായിട്ട് ബാബുജി മഹാരാജ് എ പോയിന്റ് മെഡിറ്റേഷനും ബി പോയിന്റ് ക്ലീനിങ്ങും നിർദ്ദേശിച്ചു. എങ്ങനെയാണ് ആ പ്രാക്ടീസ്? എ എന്നുള്ള പോയിന്റിൽ നമ്മൾ അറ്റൻഷൻ കൊണ്ടുവരാം, ശ്രദ്ധ കൊണ്ടുവരാം. എന്നിട്ടൊരു സങ്കല്പം എന്താണ്? ഈ ലോകത്തിലുള്ള എല്ലാ ആളുകളും എൻ്റെ സഹോദരി സഹോദരന്മാരാകുന്നു, ഇത് യാഥാർത്ഥ്യമാകുന്നു എന്നുള്ള സങ്കല്പത്തിൽ 5 മിനിറ്റ് മുതൽ 10 മിനിറ്റ് വരെ ധ്യാനിക്കാനാണ് നിർദ്ദേശം. എപ്പോൾ? രാത്രി ഉറങ്ങുന്നതിന് മുമ്പ്. എന്തുകൊണ്ടാണത്? ഉറങ്ങുന്നതിന് മുമ്പാകുമ്പോൾ സുഷുപ്തിയിലുടനീളം നമ്മുടെ ഉപബോധ മനസ്സിൽ ഈ സാഹോദര്യം എന്നുള്ള ആശയം നിലനിൽക്കും. എന്ന് മാത്രമല്ല, ഈ എ എന്നുള്ള പോയിന്റ് നമ്മുടെ കേന്ദ്രബിന്ദുവായിട്ടുള്ള 13ാമത്തെ ചക്രവുമായിട്ട് നേരിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. അപ്പോൾ എ എന്നുള്ള പോയിന്റിൽ നമ്മൾ പ്രയോഗിക്കുന്ന എല്ലാ സങ്കല്പങ്ങളും കേന്ദ്രത്തിൽ പോയി പ്രതിധ്വനിച്ച് നമ്മുടെ ഭൗതിക ജീവിതത്തിൽ വളരെ പെട്ടെന്ന് ഈ സാഹോദര്യം എന്നുള്ള ആശയം കൊണ്ടുവരാൻ നമ്മെ സഹായിക്കും. ഇനി ബി എന്നുള്ള പോയിന്റിലേക്ക് വന്നാലോ? വ്യക്തികളോടുള്ള ഇഷ്ടാനിഷ്ടങ്ങൾ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് സെക്സിനോടുള്ള ആകർഷണ വികർഷണം. അത് വസ്തുക്കളോടുള്ള ആകർഷണ വികർഷണങ്ങളെക്കാൾ ഘനീഭാവമുള്ളതാണ്. അപ്പം അതിൽ ശുദ്ധീകരണം ആവശ്യമുണ്ട്. അപ്പം അതും ഇതുപോലെ ബി എന്നുള്ള പോയിന്റിൽ നമ്മൾ ശ്രദ്ധിച്ചു. രാവിലെ ധ്യാനത്തിന് മുമ്പ് എന്നിട്ട് നമ്മൾ സങ്കല്പിക്കേണ്ടതാണ്, ഹൃദയത്തിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള എല്ലാ മാലിന്യങ്ങളും ഈ ബി എന്നുള്ള പോയിന്റിലൂടെ മുൻഭാഗത്തേക്ക് പുകയോ ആവിയോ ആയിട്ട് പോകുന്നു. അതേസമയം ആത്മാവിൻ്റെ പ്രകാശം പിൻഭാഗത്ത് നിന്ന് കൂടുതൽ കൂടുതൽ പ്രകാശിതമാകുന്നു എന്നുള്ള സങ്കല്പത്തിൽ ഒരു 5 മിനിറ്റ് മുതൽ 10 മിനിറ്റ് വരെ നമ്മൾ ബി പോയിന്റ് ശുദ്ധീകരിക്കുക രാവിലെ ധ്യാനത്തിന് മുമ്പ്. അപ്പോൾ നമ്മുടെ ധ്യാനത്തിൽ സൂപ്പർ കോൺഷ്യസ് അല്ലെങ്കിൽ ഉന്നതമായ ബോധത്തിൻ്റെ അവസ്ഥയിലേക്ക് നമുക്ക് വളരെ വേഗത്തിൽ പോകാൻ സാധിക്കും.
അപ്പോൾ സി പോയിൻ്റ് നിരന്തര സ്മരണയോടെ സംരക്ഷിക്കുകയും ഈ എ പോയിൻ്റ് ബി പോയിൻ്റിലെ പ്രാക്ടീസും കൂടി ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഹൃദയത്തെ നമ്മൾ സംരക്ഷിക്കുന്ന പോലെയാണ് നമുക്ക് സംതൃപ്തി അനുഭവപ്പെടും. ആദ്യത്തെ പോയിൻറ്റിൻ്റെ പോസിറ്റീവായിട്ടുള്ള ഗുണം. പിന്നെ മാത്രമല്ല, ഈ എ ബി പോയിൻ്റുകൾ നമ്മൾ പറഞ്ഞു ഹൃദയത്തിൻ്റെ ആദ്യത്തെ ചക്രത്തിൻ്റെ അടുത്താണ്. ഇതിൻ്റെ പ്രതിഫലനം ആറാമത്തെ ചക്രത്തിൻ്റെ അടുത്തും A1 B1 എന്നുള്ള ഇതിൻ്റെ പ്രതിഫലനമുണ്ട്. 10ാമത്തെ ചക്രത്തിൻ്റെ അടുത്തും A2 B2 എന്നുള്ള ഇതേ പോയിന്റുകളുടെ പ്രതിഫലനമുണ്ട്. അപ്പോൾ ഈ എ ബി പ്രാക്ടീസ് നമ്മൾ ചെയ്യുന്ന സമയത്ത് 6ാമത്തെ ചക്രത്തിലും 10ാമത്തെ ചക്രം വരെയുള്ള ചക്രങ്ങളിൽ നമ്മുടെ പുരോഗതിയുടെ ഒരു വഴി ക്ലിയർ ചെയ്യുന്ന പോലത്തെ എഫക്റ്റാണ്. അപ്പോൾ ഈ ഇഷ്ടാനിഷ്ടങ്ങൾ അല്ലെങ്കിൽ വ്യക്തികളോടും വസ്തുക്കളോടുള്ളത് 10ാമത്തെ ചക്രം വരെ തുടരുന്നുണ്ട് എന്നർത്ഥം. അപ്പോൾ എ ബി പ്രാക്ടീസിലൂടെ നമുക്കിത് മുഴുവൻ ക്ലിയർ ചെയ്യാൻ പറ്റും. 10ാമത്തെ ചക്രം വരെയുള്ള വഴി. 10ാമത്തെ ചക്രം എന്താണ്? നമുക്കറിയാം, SDK ആണ് അവിടെ. സച്ചിദാനന്ദം, അതാണ് നിലനിൽപ്പ്, ബോധം, ആനന്ദം. അതാണ് ആ പോയിൻ്റെ പ്രത്യേകത. പ്രപഞ്ചത്തിലുള്ള എല്ലാം തന്നെ, എല്ലാ ജീവജാലങ്ങളും നിലനിൽക്കുന്നു എന്നുള്ള ബോധമുണ്ട് അതിന്, ആനന്ദത്തിലാണ്. ഒരു മരങ്ങളെ നോക്കൂ, അത് നിലനിൽക്കുന്നു, അതിന് ബോധമുണ്ട്, അത് ആനന്ദത്തിലാണ്. ഇനി ജീവജാലങ്ങൾ നോക്കൂ, അത് നിലനിൽക്കുന്നു, അതിന് ബോധമുണ്ട്, അത് ആനന്ദത്തിലാണ്. മനുഷ്യൻ മാത്രം, അവൻ നിലനിൽക്കുന്നു, അവന് ബോധമുണ്ട്, പക്ഷെ അവന് ആനന്ദമില്ല. എന്താ കാരണം? ഇഷ്ടാനിഷ്ടങ്ങൾ അല്ലെങ്കിൽ ആഗ്രഹങ്ങൾ കൊണ്ട് നമ്മുടെ ഹൃദയത്തിനെ വികലമാക്കുന്നുണ്ട്, നമ്മുടെ സന്തോഷം നഷ്ടപ്പെടുന്നു. അപ്പോൾ എ ബി എന്നുള്ള പ്രാക്ടീസിൻ്റെ എഫക്റ്റ് നോക്കൂ, 10ാമത്തെ ചക്രം വരെ അതിൻ്റെ എഫക്റ്റ് പ്രതിഫലിക്കുന്നു. ഇനി മറ്റൊന്ന്, ഈ ബാബുജി മഹാരാജ് ഈ എ ബി പോയിന്റുകൾ കണ്ടുപിടിച്ചപ്പോൾ അദ്ദേഹം ലാലാജി മഹാരാജിനോട് അത് ചർച്ച ചെയ്തു. അപ്പം ലാലാജി മഹാരാജ് പറഞ്ഞു, ഇത് വളരെ ഫലപ്രദമായ ഒരു പരിശീലന പദ്ധതിയാണ്. ഇത് ചെയ്യാത്ത ആത്മീയ അന്വേഷകരുടെ പുരോഗതിയുടെ ഉത്തരവാദിത്വം ഗുരു ഏറ്റെടുക്കുന്നതല്ല എന്നുകൂടി അവരെ അറിയിക്കേണ്ടതാണെന്ന് പറഞ്ഞു. ഇപ്പോൾ എ ബി പ്രാക്ടീസ് ചെയ്യാത്തവരുടെ പുരോഗതി ഗുരു ഏറ്റെടുക്കില്ല എന്ന്, ആത്മീയ പുരോഗതി. എന്താ അങ്ങനെ പറയാൻ കാരണം? അതിന് കാരണം ഇതാണ്. അതായത് എ ബി എന്ന് പറയുന്നത് ഇംഗ്ലീഷിലെ ആദ്യത്തെ 2 അക്ഷരമായതുപോലെ ആത്മീയതയുടെ ആദ്യത്തെ ചരണമാണ് സാഹോദര്യം എന്നുള്ള ആശയം. അതൊന്ന്. മറ്റൊന്ന്, നമ്മൾ ആദ്യത്തെ ചരണം നമ്മൾ തന്നെ വയ്ക്കണം. ഹൃദയത്തിൻ്റെ, നമ്മൾ പറയില്ലേ, ഹാർട്ട്ഫുൾനെസ് പരിശീലിക്കാൻ നമുക്ക് എന്താ യോഗ്യത വേണ്ടത്? സന്നദ്ധതയാണ്. സന്നദ്ധത എന്ന് പറഞ്ഞാൽ എന്താ? ആനന്ദത്തോടെ, സന്തോഷത്തോടെ ഈ പരിശീലന പദ്ധതിയിൽ പങ്കെടുത്ത് പരിണമിക്കാൻ ഞാൻ തയ്യാറാണ്. ആ തയ്യാറാണെന്നുള്ളതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് ഞാൻ തന്നെ എടുക്കണം. അപ്പോൾ 1ാമത്തെ ചക്രത്തിൽ നിന്ന് 2ാമത്തെ ചക്രത്തിലേക്ക് പുരോഗമിപ്പിക്കാനുള്ള ആദ്യത്തെ സ്റ്റെപ്പാണിത്. എ ബി പോയിൻ്റ് പ്രാക്ടീസും നിരന്തര സ്മരണയും. അത് അഭ്യാസിയുടെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടാവേണ്ടതാണ്. ഗുരു ഈ കാര്യത്തിൽ സഹായനാണ്. അതുകൊണ്ടാണ് ഇത് ചെയ്യാത്തവരുടെ ഉത്തരവാദിത്വം ഗുരു ഏറ്റെടുക്കില്ല എന്ന് ലാലാജി മഹാരാജ് പറയാൻ കാരണം. ഇനി പതഞ്ജലി മഹർഷി അതിനെന്താ പറയുന്നത്? യോഗം ചിത്തവൃത്തി നിരോധം എന്നാണ്. ചിത്തവൃത്തികൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇഷ്ടാനിഷ്ടങ്ങളാണ്. അപ്പോൾ ചിത്രവൃത്തികളെ നിരോധിക്കുമ്പോഴാണ് യോഗം സംഭവിക്കുന്നത്. നിരോധിച്ചില്ലെങ്കിലോ വിയോഗമായിരിക്കും. വിയോഗമാണ് നമുക്ക് എപ്പോഴും ദുഃഖം ഉണ്ടാക്കുന്നത്. ഇനി ഭഗവത്ഗീതയിൽ ഇതിനെ പുരുഷാർത്ഥങ്ങൾ എന്ന് പറയണം. എന്താണ് പുരുഷാർത്ഥങ്ങൾ? ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. ധർമ്മം എന്ന് പറഞ്ഞാൽ എന്താണ്? വ്യക്തി, സമൂഹം, പ്രപഞ്ചം, ഈശ്വരൻ, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും നിലനിൽപ്പ് ഭദ്രമാക്കുന്ന രീതിയിലായിരിക്കണം വ്യക്തിയുടെ ചിന്തകളും പ്രവൃത്തികളും. അതാണ് ധർമ്മം.
ഇവിടെ നോക്കൂ, ഏത് പോയിന്റുകളാണ് ധർമ്മത്തിൻ്റെ അടിസ്ഥാനമായിട്ട് ABCDയിൽ? ഇഷ്ടാനിഷ്ടങ്ങളാണ് ഇതിന് തുടക്കം കുറിക്കുന്നത്. അതാണ് നമ്മുടെ ധാർമ്മികത നഷ്ടപ്പെടുന്നത്. അത് കുറ്റബോധം ഉണ്ടാക്കുന്നു നമ്മളിൽ. അപ്പോൾ Cയും Dയും ചേർന്നതാണ് ധാർമ്മികതയുടെ പോയിന്റുകൾ. ധർമ്മം, അതിനെ സംരക്ഷിക്കേണ്ടതുണ്ട്. A എന്നുള്ള പോയിന്റ് എന്താണ്? വസ്തുക്കളോടുള്ള ഇഷ്ടാനിഷ്ടങ്ങൾ. അർത്ഥം എന്ന് വെച്ചാൽ സമ്പത്ത് എന്നല്ലേ. അപ്പോൾ ധാർമ്മികമായിട്ട് നമ്മൾ സമ്പത്ത് ഉണ്ടാക്കേണ്ടതുണ്ട്, നമ്മുടെ ഭൗതിക ജീവിതം ഭദ്രമാക്കാൻ. അതാണ് അർത്ഥം. അപ്പോൾ ആ പോയിന്റിനെ ക്രമീകരിച്ച് ഉപയോഗിക്കണം. B എന്ന് പറയുന്നത് കാമം. അതായത് ധാർമ്മികമായിട്ട് കാമം നമ്മൾ ഉപയോഗിക്കേണ്ടതുണ്ട്. അതിനാണ് ഗൃഹസ്ഥാശ്രമം. അപ്പോൾ അർത്ഥം, കാമം. ധർമ്മം എന്ന് പറഞ്ഞു നമ്മൾ Cയും Dയും നമ്മൾ സംരക്ഷിക്കുമ്പോൾ അപ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ ഹൃദയം സംതൃപ്തമാവും. മിനിമം സംതൃപ്തി ഭൗതിക ജീവിതത്തിനും ആധ്യാത്മിക ജീവിതത്തിനും ആവശ്യമാണ്. അപ്പോൾ നമുക്ക് ശാന്തി അനുഭവപ്പെടും. രണ്ടാമത്തെ പോയിന്റിൻ്റെ പ്രത്യേകത. അപ്പോൾ രണ്ടാമത്തെ പോയിന്റിലാണ് നമ്മൾ ആദ്യമായിട്ട് മോക്ഷപ്രാപ്തിയുടെ ഫീലിംഗ് ശാന്തിയായിട്ട് നമുക്ക് അനുഭവപ്പെടും. ഇതാണ് പുരുഷാർത്ഥങ്ങൾ: ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്ന് പറയുന്നത്. അപ്പോൾ ഈ AB എന്നുള്ള പോയിന്റുകൾ ബാബുജി മഹാരാജാണ് കണ്ടുപിടിച്ചതെന്ന് പറഞ്ഞു നമ്മൾ. CD എന്നുള്ള പോയിന്റ് 2015 നമ്മുടെ ഹാർട്ട്ഫുൾനെസ്സിൻ്റെ ഗ്ലോബൽ ഗൈഡ് ഇപ്പോഴത്തെ മാസ്റ്റർ ദാജി മഹാരാജാണെന്ന് കണ്ടുപിടിച്ചത് എന്ന വസ്തുത ഈ അവസരത്തിൽ സ്മരിക്കുന്നത് ഉചിതമായിരിക്കും തോന്നുന്നു. നന്ദി, നമസ്കാരം. വളരെയധികം നന്ദി മോനേട്ട. പല കാര്യങ്ങളും ഇന്നത്തെ സംഭാഷണത്തിൽ സ്പർശിച്ചു. സാഹോദര്യത്തിൽ തുടങ്ങി എല്ലാ പോയിന്റുകളെ പറ്റിയും സബ് പോയിന്റുകളെ കുറിച്ചൊക്കെ പറഞ്ഞു. എനിക്ക് വളരെ ശരിക്കും ആ ഒരു അവസ്ഥകളിലൂടെയൊക്കെ കടന്നുപോയി സാഹോദര്യത്തെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ എല്ലാവർക്കും അത് അനുഭവപ്പെട്ടിട്ടുണ്ടാവുന്നു. ഈ സ്പീച്ച് വളരെയധികം ഇമ്പോർട്ടൻറ്റും കൂടിയാണ്. കാരണം ഈ പോയിന്റുകൾ സാധാരണ നമ്മൾ ശ്രദ്ധിക്കാറില്ല. പക്ഷെ എന്നാലും ഇത് എത്രമാത്രം പ്രാധാന്യമുള്ള ഒരു സാധനയാണ്, നമ്മൾ സ്ഥിരമായി ചെയ്യേണ്ടതാണെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിക്കാം നമുക്ക് എല്ലാവർക്കും. ഇനി നമ്മൾ ഓഫ്ലൈനായി സത്സംഗമാണ്. അതിനു മുമ്പ് ധ്യാനിക്കേണ്ടത് എങ്ങനെയാണെന്ന് പുതിയതായി അറിയുന്നുണ്ടെങ്കിൽ അവർക്ക് കൂടി ഒരിക്കൽ കൂടി പറയാം. അവർക്കായിട്ട് സ്വസ്ഥമായിരുന്നു കണ്ണുകളടച്ച് എൻ്റെ ഹൃദയത്തിൽ ദിവ്യപ്രകാശത്തിൻ്റെ ഒരു സ്രോതസ്സുണ്ടെന്നും അത് എന്നെ ഉള്ളിലേക്ക് ആകർഷിക്കുന്നെന്നും സങ്കല്പിച്ചുകൊണ്ടിരിക്കുക. ആ സമയം മറ്റു ചിന്തകൾ വരികയാണെങ്കിൽ സ്വയം ഓർമ്മിപ്പിക്കുക, ഞാൻ എൻ്റെ ഹൃദയത്തിലെ ദിവ്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ ധ്യാനിക്കുകയാണ്. അന്നേരം നമ്മുടെ ഹൃദയത്തിൽ സ്നേഹഭാവവും സാക്ഷിഭാവവും ഉണ്ടാകട്ടെ. അതിനുശേഷം 9 മണി മുതൽ 9:15 വരെ സാർവലൗകിക പ്രാർത്ഥന. അതിങ്ങനെയാണ്: എല്ലാവരിലും സ്നേഹവും ഭക്തിയും വിശ്വാസവും സാഹോദര്യവും നിറയുന്നു സങ്കല്പിച്ചുകൊണ്ട് നമ്മൾ 15 മിനിറ്റ് ധ്യാനിക്കണം. അപ്പം നമുക്ക് 9 മണി വരെ ധ്യാനിക്കാം സത്സംഗം. അത് കഴിഞ്ഞ് 9 മുതൽ 9:15 വരെ സാർവലൗകിക പ്രാർത്ഥന. ഈ സമയത്ത് നമ്മൾ യൂട്യൂബ് ഡിസ്കണക്ട് ചെയ്യാണ്. താങ്ക് യു, നമസ്കാരം.